ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക, പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക. ഫുഡ് ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമായി മാറണം. ഭക്ഷണ പാചക കല എന്നാണ് നമ്മൾ പറയുക. അതേസമയം അവർക്ക് പണം കിട്ടുന്നുണ്ടാവാം, പക്ഷേ അവർക്ക് ഒരു അംഗീകാരമോ ഒരു ആദരവോ കിട്ടുന്നുണ്ടോ? കോഴിക്കോടിൻ്റെതായ തനത് വിഭവങ്ങളുണ്ടാവും. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജ്ന സഹറാസ്. ഇൻസ്പയറിൻ്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലഘട്ടം വരെ ഫുഡ് എന്നത് നമുക്ക് ജീവിക്കാൻ മാത്രമുള്ള ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറി, ജീവിത രീതികൾ മാറി. ഫുഡ് എന്നത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖലയായി മാറി. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ വെറൈറ്റി ഓഫ് ഫുഡ് എവിടെ കിട്ടുന്നു അവിടേക്ക് ഓടിയെത്തും. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഫുഡ് ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടുകയാണെങ്കിലോ, ദാറ്റ് വിൽ ബി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫുഡ് ലവേഴ്സ്. അങ്ങനെ ഒരുപാട് ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടുള്ള എത്യോപ്യ ഇവൻചേഴ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് ഹനീഫയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വാം വെൽക്കം ടു ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. താങ്ക് യു. ആദ്യം തന്നെ സാറിൻ്റെ ഒരു ബേസിക് വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. സാറിൻ്റെ നാട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ നാട് കോഴിക്കോടാണ്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയാണ്. വീട്ടിൽ എൻ്റെ ഭാര്യ, ഉമ്മ, 2 കുട്ടികൾ, അമാൻ മുഹമ്മദ് ആൻഡ് ഐമൻ മുഹമ്മദ്. ഹാപ്പി ലൈഫ്. വളരെ ഹാപ്പി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഫുഡ് ഫെസ്റ്റിവലാണ് നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്യോപ്യ ഇവൻചേഴ്സ് നടത്തുന്ന ആ ഒരു ഫുഡ് ഫെസ്റ്റ് എന്താണ്, എങ്ങനെയാണ്? ഇത്യോപ്യ ഇവൻചേഴ്സ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾ ഏകദേശം ഒരേ കാലത്ത് ഒരുമിച്ച് പഠിച്ച കുറേ സുഹൃത്തുക്കളും അതോടൊപ്പം മറ്റു ചില സുഹൃത്തുക്കളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ്. പ്രധാനമായും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഇവൻറ്റ് ഒരു മെഗാ ഇവൻറ്റ് എന്നുള്ള നിലയിലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് വരുന്നത്. അത് ഏതൊരു ടൈമിലാണ് വരുന്നത്? മെയ് ഈ വർഷം നമ്മൾ ഒരു വെക്കേഷനിലാണ് വരുന്നത്. മെയ് മാസം 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. വെക്കേഷൻ ടൈം നോക്കിയിട്ടാണ് ആ ഒരു വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം പ്രേമികൾക്ക് ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയം, അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സമയം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ സമയത്തേക്ക്. ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ സാധാരണഗതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകളെ നമ്മൾ കലാകാരന്മാർ എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ഭക്ഷണ പാചക കല എന്നാണ് നമ്മൾ പറയുക. പാചകം മറ്റു പലതും പോലെ, അതായത് ഇപ്പം എന്താ പറയുക, നമ്മളൊരു സംഗീതം പോലെ, സംഗീതത്തിൻ്റെ ഒരു സ്വരസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള വിന്യാസം കൊണ്ടാണ് സംഗീതം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കവിത എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പ്രത്യേക തരത്തിലുള്ള വിന്യാസം കൊണ്ടാണ് കവിത ഉണ്ടാകുന്നത്. അതുപോലെ മറ്റെല്ലാ കലകളും, ഇപ്പോൾ ചിത്രം തന്നെയായാലും നിറക്കൂട്ടുകൾ കൊണ്ട് നമ്മൾ വരച്ചുണ്ടാക്കുന്ന ഒരു സാധനം. അതുപോലെ തീർത്തും അതുപോലെ തന്നെ പാചകം എന്ന് പറയുന്നത് അതിൻ്റെ ചേരുവകൾ യഥാവിധി ചേരുമ്പോഴാണ്, അതിൻ്റെ ശരിയായ അളവിൽ തോതിൽ ആ പാചകത്തിൽ ചേരുവകൾ ചേരുമ്പോഴാണ്, ആ ചേരുവകൾ യഥാവിധി ചേർക്കുക എന്നുള്ളത് വളരെ കലാപരമായ, വളരെയധികം എന്താ പറയുക, സർഗസിദ്ധി ആവശ്യമുള്ള ഒന്നാണ്. ആ രീതിയിൽ കലാകാരന്മാരാണ് ഇവർ എന്നതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ആദ്യത്തെ കാര്യം. വെറും ഒരു തൊഴിലാളികളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കലായി ചെയ്യുന്ന ആളുകളല്ല. ഇവർ ചെയ്യുന്നത് കലയാണ്. അതിനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം കടമെടുക്കേണ്ടി വരും. ഉസ്താദ് ഹോട്ടലിലെ ഒരു ഡയലോഗ്, ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വയറ് മാത്രം നടക്കുന്നത്, നമ്മുടെ മനസ്സും കൂടെ നടക്കുന്നതാണ്. മനസ്സ് നടക്കുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആർട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു ആർട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് അല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആക്ച്വലി വരുന്നത്? നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്നുള്ള ഫുഡാണ്, നമുക്കതിൽ വെറൈറ്റി ഫുഡ്സ് ആണ് വരുന്നത്. ഫുഡ് ലവേഴ്സിൻ്റെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ എത്രത്തോളം ഏതെല്ലാം ഭാഗത്തു നിന്നുള്ള ഫുഡാണ് നമുക്കതിൽ കിട്ടുന്നത്? ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 25 നഗരങ്ങളാണ് ഈ തവണ ഈ എഡിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നാടിനും ഒരു ഫുഡ് ഉണ്ടാവും, ഒരു ഫുഡ് കൾച്ചർ ഉണ്ടാവും. ഇപ്പോൾ കോഴിക്കോട്, ഞങ്ങളുടെ നാട്, കോഴിക്കോടിൻ്റെതായ തനത് വിഭവങ്ങളുണ്ടാവും. കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയുടേതായ തനത് വിഭവങ്ങളുണ്ടാവും. കേരളത്തിൽ തന്നെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ രുചിഭേദങ്ങളുണ്ടാവും. പലതരം പലഹാരങ്ങളായാലും ശരി, പലതരം അപ്പങ്ങളായാലും ശരി, എല്ലാതരം കറികളായാലും ശരി, ബിരിയാണി തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വന്നൊരു വിഭവമാണ്. പക്ഷെ അത് കേരളത്തിൻ്റെ പല മേഖലകളിൽ പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്, പാചകം ചെയ്യപ്പെടുന്നത്. അതേപോലെ ഇന്ത്യയുടെ ഓരോ നഗരങ്ങൾക്കും ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു കഥ പറയാനുണ്ട്. ആ ഭക്ഷണ സംസ്കാരത്തിൽപ്പെട്ട അതിൻ്റെ ഒരു പാരമ്പര്യ തനിമയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരിടത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഇവൻറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ പറയാം. നമ്മൾ കുറച്ച് നാൾ മുന്നേക്ക് വരെ കേട്ടിരുന്നത് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ഇതിലാണ് നമ്മുടെ ഒരു ബിരിയാണി നമ്മൾ ഒതുക്കിയിരുന്നത് അല്ലെങ്കിൽ ഒതുങ്ങിയിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ബിരിയാണീസ് അടക്കമുള്ള നമുക്ക് തീർച്ചയായിട്ടും ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായും. പക്ഷെ അത് ആ തരത്തിലല്ല. നമ്മൾ അതിൻ്റെ ഒരു
അത്തരം വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യപരമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നതല്ല. നമ്മളിതിൽ പ്രധാനമായും ഊന്നുന്ന ഒരു കാര്യം ഭക്ഷണത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടാവും. ഒരു ഭക്ഷണം ഉണ്ടായി വരുന്ന ഓരോ നാട്ടിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈദരാബാദിലെ ഹലീം എന്ന് പറയുന്നത് ഒരു ഭക്ഷണമാണ്, അതൊരു ഭക്ഷണ വിഭവമാണ്. പക്ഷേ അതിനൊരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി, ഇന്ത്യയിലെ ബിരിയാണിക്ക് ഒരു ചരിത്രമുണ്ട്. അതുപോലെ ഓരോ നാട്ടിലും ഉണ്ടാകുന്ന പ്രത്യേകതരം വിഷയം. നമ്മുടെ നാട്ടിൽ തന്നെ പലതരം അപ്പങ്ങൾ കേരളത്തിൻ്റെ ഒരു തനത് വിഭവമാണ്. അതേസമയം ബ്രെഡ് എന്ന നിലയിൽ പലതരത്തിലുള്ള ഇപ്പോൾ ഇഡ്ഡലി അങ്ങനെ പല വകഭേദങ്ങൾ, അപ്പത്തിൻ്റെ പല വകഭേദങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ അപ്പം എന്നത് തീർത്തും ഒരു കേരളീയ വിഭവമാണ്. അപ്പോൾ അതിന് തീർച്ചയായും ഒരു ചരിത്രം ഉണ്ടാവും. ഇങ്ങനെ ഓരോ വിഭവങ്ങളും നാടിൻ്റെ സാംസ്കാരിക പ്രധാനമായ പാരമ്പര്യമുള്ള ഭക്ഷണങ്ങളുടെ ഒരു മേള. ആ അർത്ഥത്തിലാണ് നമ്മൾ പിന്നെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന് കാണുന്നത്. നമ്മുടെ ഒരു സ്ഥലത്തെ ആ ഒരു പ്ലേസിലെ ട്രഡീഷണൽ എത്നിക് ആയിട്ടുള്ള ഫുഡാണ് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പം ഒരുപാട് ഫുഡ് ലവേഴ്സിന് അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ വിഭവങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്നുണ്ടാവും, പക്ഷേ അത് അത്രയും പോപ്പുലർ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ചില സീസണിൽ മാത്രം കിട്ടുന്ന വിഭവങ്ങളുണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള വിഭവങ്ങളായിരിക്കും. ഇത് നമുക്ക് സാധാരണഗതിയിൽ കഴിക്കണമെങ്കിൽ ആ നാട്ടിൽ പോകണം. അപ്പോൾ കാശ്മീരിൽ പോയി, ഇപ്പോൾ കാശ്മീരിലെ തബക് മാസ് എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട്, ഒരു ഡിഷാണത്. അത് നമ്മൾ കഴിക്കണമെങ്കിൽ കാശ്മീരിൽ തന്നെ പോകണം. കാശ്മീർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ ശരിയായ രൂപത്തിൽ കഴിക്കണമെങ്കിൽ കാശ്മീരിൽ പോകണം. അപ്പോൾ നമ്മളിവിടെ ആ ഒരു വിഭവം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് അതിൽ കൗതുകമുണ്ട്, അത് കഴിക്കാനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. ഇങ്ങനെ 100ഓളം വിഭവങ്ങൾ ഇന്ത്യയുടെ പല സിറ്റികളിൽ നിന്ന്, സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് സിറ്റികളിൽ നിന്ന്. കാരണം ഇപ്പോൾ UP-യിൽ നിന്ന് 2, 4, 5 സിറ്റികളിൽ നിന്നുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, പഞ്ചാബിൽ നിന്ന്. അതുപോലെ പല സ്റ്റേറ്റിൽ നിന്നും 1, 2 നഗരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം നഗരങ്ങളിലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, സംസ്ഥാനങ്ങൾ എന്ന അർത്ഥത്തിലല്ല, ഓരോ നഗരങ്ങളിലും. ഇപ്പോൾ UP-യെക്കുറിച്ച് തന്നെ പറയും, ഓരോ അടിയിലും വെള്ളത്തിൻ്റെ രുചി മാറും എന്ന് പറയുന്ന പോലെ ഓരോ നഗരങ്ങളിലും അതിൻ്റെ രുചി മാറുന്നുണ്ട്. അതിൻ്റെ ഭക്ഷണ രീതി, പാചക രീതികൾ എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഡൽഹിയോടടുത്തുള്ള UP-യിൽ സംബൽ, അമ്രോഹ, രാംപൂർ, മൊറാദാബാദ്, ഈ ഒരു ബെൽറ്റിൽ 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള 4 ദേശങ്ങളാണ്. പക്ഷെ 4 സ്ഥലത്ത് 4 തരം ഭക്ഷണ രീതികളാണ്. ഈ ഒരേ വിഭവം തന്നെ 4 രീതിയിൽ പാചകം ചെയ്യുന്ന നാടുകൾ. ഇത് ഈ മേഖലയുടെ മാത്രം പ്രത്യേകത അല്ല, UP-യിലുടനീളം ഇന്ത്യയുടെ പല ദേശങ്ങളിലും ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ്. ഇപ്പം പുറത്ത് നമ്മൾ അറബ്സ് നോക്കിയാൽ പോലും അവർ എടുത്ത് പറയുന്നത് മലയാളീസ് ആണോ അല്ലെങ്കിൽ ഫുഡാണോ എന്ന് പറഞ്ഞാൽ പിന്നെ കോഴിക്കോടിനെ അവർ ചോദിക്കുള്ളൂ. അത്രത്തോളം ഫേമസ് ആണ് കോഴിക്കോട് ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോർത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഈ നമ്മുടെ തിരക്ക് പിടിച്ചിട്ടുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ അവിടെ ഒന്നും പോയി നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫുഡ് ഫെസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് 9 days അല്ല ആക്ച്വലി വരുന്നത് അല്ലേ? 10 days ആണ് വരുന്നത്. അപ്പോൾ 10 days നമുക്ക് ഫുള്ള് ഓരോ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി, ഒരു ടൈപ്പ് ഓഫ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതോ ഇത്ര സ്റ്റാളുകൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ 25 നഗരങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് ഉണ്ടാവുക. അത് ഫസ്റ്റ് ഡേ തൊട്ട് അങ്ങനെ തന്നെ ഒരേ സ്റ്റാളുകൾ. ഓക്കെ. അപ്പം അത്രയും ഫുഡ് നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്നതാണ്. വെറൈറ്റി ഓഫ് ഫുഡ് ആയിരിക്കും കിട്ടുന്നത്. ശരാശരി ഒരു സ്റ്റാളിൽ നമ്മൾ 5-6 വിഭവങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ സ്വീറ്റ്സ് ഉണ്ടാവും, പലതരം ഖീർ എന്ന് പറയുന്ന പലതരം വിഭവങ്ങളുണ്ടാവും, ചായ ഉണ്ടാവും, ഇറാനി ചായ ഉണ്ടാവും, കശ്മീരി കവ ഉണ്ടാവും. അതുപോലെ പലതരം വിഭവങ്ങൾ. നമ്മൾ മെയിൻ കോഴ്സ് മാത്രമല്ല, ബ്രെഡ് മാത്രമല്ല, ബിരിയാണി മാത്രമല്ല, ബിരിയാണി തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7-8 ബിരിയാണികൾ ഇതിലുണ്ടാവും. ഇതിൻ്റെ ടൈമും പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് മെയ് 3 മുതൽ 12 വരെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഇത് നടക്കുന്നത് കോഴിക്കോട് സരോവരം ബയോപാർക്കിനടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന ഒരു വലിയ ഫംഗ്ഷൻ ഹാളാണ്. സാധാരണഗതിയിൽ ഒരു 75,000-ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലം അതിൻ്റെ ഉള്ളിൽ തന്നെ. ഈ ഹാളിൻ്റെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തൊരു ഹാളാണ്. ഹാളിനോടനുബന്ധിച്ച് ഒരു 3000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം. നല്ല പാർക്കിംഗ് പ്ലേസ് കിട്ടും. ഉണ്ട്. എത്രത്തോളം ആൾക്കാർ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു ദിവസം 5000 മുതൽ 7000 പേര് വരെയാണ് ഓരോ ദിവസം പ്രതീക്ഷിക്കുന്നത്. വീക്കെൻഡിൽ അതൊരു 7000 മുതൽ 10,000 വരെ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഒരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം ആളുകളെയാണ് ഈ ഒരു 10 ഡേയ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ? ഇത് എൻട്രൻസ് ഫീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എൻട്രൻസ് ഫീസ് 100 രൂപയാണ്.
പക്ഷേ അത് ഫുഡ് കൂപ്പൺ നമുക്ക് ഫുഡ് കൂപ്പണായിട്ട് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 days ഒക്കെ വരുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് റെഡീം ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാ ദിവസവും റെഡീം ചെയ്യാം. 100 രൂപക്ക് കൂപ്പൺ എടുക്കുക, അകത്ത് പോവുക, 100 രൂപക്കുള്ള ഫുഡ് കഴിക്കാം. ഓക്കെ, ഇത് ഓൺലൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു വെക്കേഷൻ ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും പുറത്ത് പോകണം, അല്ലെങ്കിൽ യാത്ര പോയിട്ട് ഇത്രയും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടൊന്നും പോകാതെ നമുക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് ഒരു വലിയൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ചെല്ലുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സന്തോഷമായിരിക്കും ആളുകൾക്ക്. കാരണം ഒരു നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റോഡും കെട്ടിടങ്ങളും മാത്രം വികസിച്ചാൽ പോരാ, നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ആ ഒരു ആരോഗ്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ സാറിനെ പോലുള്ള നമ്മുടെ ഇറ്റോപ്പിയ ഇവൻജേഴ്സ് നടത്തുന്ന ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഒരുപാട് മനുഷ്യരുടെ ആ ഒരു മനസ്സും കൂടെ സന്തോഷകരമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് സത്യം. തീർച്ചയായിട്ടും നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ അതുകൊണ്ടാണ് ഫുഡ് ഫെസ്റ്റുകൾ ഉണ്ടാകുന്നത്. അതെ അതെ. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഫുഡ് ഫെസ്റ്റുകളിൽ നിന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളാരും കേട്ടിട്ടില്ല. ഫുഡ് ഫെസ്റ്റ് എന്ന അർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് വീടുകളിലുള്ള ഭക്ഷണം, അത് അന്നന്നത്തെ ആഹാരം, അന്നത്തെ അപ്പത്തിന് വേണ്ടിയാണ് മനുഷ്യൻ അന്നൊക്കെ ജീവിച്ചത്. ഇപ്പോൾ അത് വന്ന് അതോടൊപ്പം തന്നെ കല്യാണങ്ങളിൽ തന്നെ നമ്മൾ അന്ന് കണ്ടിരുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷെ വളരെ പരിമിതമായ വിഭവങ്ങളാണ് കല്യാണങ്ങൾ ഉണ്ടായിരുന്നത്. അതുതന്നെ ഇപ്പോൾ ചില പഴയ കത്തുകളൊക്കെ കാണാം, കല്യാണ കത്തുകൾ. അതിൻ്റെ അടിയിലൊരു കുറിപ്പുണ്ടാവും, നിങ്ങളുടെ ഈ ആഴ്ചത്തെ റേഷൻ ഇങ്ങോട്ട് കല്യാണത്തിന് വരുമ്പോൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിലേക്ക് സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കല്യാണങ്ങൾ നമുക്ക് ഏകദേശം ഒരു 50 വർഷം മുമ്പ് വരെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ 2024 നിൽക്കുമ്പോൾ ഫുഡ് ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നത്. ഭക്ഷണത്തിൻ്റെ മാറ്റം കൂടുതൽ വന്നത് കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അതായത് കൊറോണയ്ക്ക് ശേഷം മനുഷ്യർ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, എപ്പോൾ വേണമെങ്കിലും തീരാം. അപ്പം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യണം നമ്മുടെ ലൈഫ്. നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ ജീവിതം മാത്രം നോക്കിയാൽ പോരാ, കുറച്ചും കൂടെ നമുക്കൊരു എക്സ്പ്ലോറിങ് വേണമെന്നുള്ളതിലാണ് ഫുഡും പ്ലേസും ഒക്കെ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ആ ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ആ ഒരു കഴിഞ്ഞ സമയത്താണ്, കൊറോണ കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങിയത്. ആക്ച്വലി തീർച്ചയായിട്ടും കൊറോണ ഒരു പ്രധാന ഘടകമാണ് അതിൽ. അതേസമയം ഇവിടെ നടന്നൊരു സാമൂഹിക മാറ്റമുണ്ട്. ഭക്ഷണം എന്നത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യൻ്റെ 3 അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ് നമ്മൾ പറയുക. ആ ഭക്ഷണം എന്നത് അടിസ്ഥാന ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കൊറോണ നമ്മളെ മനുഷ്യൻ്റെ കണ്ണ് ഓർപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് സമ്പാദിച്ച് കൂട്ടുന്നത്, എന്തിനാണ് അത് പൂത്തി വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള ചിന്ത മനുഷ്യന് ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക, പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക, ഇതുപോലുള്ള ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കുക എന്നൊരു തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതെല്ലാത്തെയും കാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം, ആഘോഷം, ആളുകൾക്ക് കൂടിച്ചേരുക, സ്നേഹം പങ്കുവെക്കുക, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു ടാഗ് ലൈനായിട്ട് പറയുന്നത് ടേസ്റ്റ് ഓഫ് ഹാർമണി എന്നാണ്. സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത്. ഫുഡ് മാത്രമല്ല, ഒരു സ്നേഹം പങ്കുവയ്ക്കാനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റിവൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് കോഴിക്കോട് മാത്രമല്ലല്ലോ വരിക, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അതൊരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. ഫുഡും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ, ഭക്ഷണം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ മറ്റു വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണത്തിനുള്ളൊരു പ്രത്യേകത അത് ഏത് സാഹചര്യത്തിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ദരിദ്രനാവട്ടെ ധനികനാവട്ടെ, ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ ഒരു പിടി ചോറ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു റൊട്ടി, അത് നമുക്ക് പങ്കുവെക്കാം, ഏത് സാഹചര്യത്തിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയും. അതേസമയം നമ്മുടെ വസ്ത്രം നമുക്ക് അങ്ങനെ ആ അർത്ഥത്തിൽ പങ്കുവെക്കാൻ കഴിയും. നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും, അത് അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് നമ്മൾ ഭക്ഷണം പങ്കുവെക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം, ആ മനുഷ്യനോടുള്ള അനുകമ്പ, ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനുഷിക വികാരം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭക്ഷണം പങ്കുവെക്കാൻ കഴിയും. അപ്പോൾ ഭക്ഷണം എന്നത് എപ്പോഴും പങ്കുവെക്കലിൻ്റെ ഒരു പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സാധ്യമാവുന്ന ഒരു കാര്യമാണ് ഈ പങ്കുവെക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ തോന്നുന്നത്. ഈ മനുഷ്യർ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർ തമ്മിൽ ഐക്യത്തിൻ്റെ ഒരു ഉപാധി എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ ഇന്ത്യയിലെ പല ദേശങ്ങളിൽ നിന്നുള്ള പാചക വിദഗ്ധരെ, കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ അതിൽ സംസ്കാരങ്ങളുടെ ഒരു കൂടിക്കലരലുണ്ട്.
പലതരം സംസ്കാരങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ കഴിയുന്ന ഒരവസരം. സാംസ്കാരിക അതെ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ മലയാളികൾ മിക്കവാറും സഞ്ചാരികളാണ്, ലോകം കണ്ടിട്ടുള്ളവരായിരിക്കും മിക്കവാറും മലയാളികൾ. എന്നാലും ലോകം കണ്ടിട്ടില്ലാത്തൊരു ചെറിയ വിഭാഗമെങ്കിലും കേരളത്തിലുണ്ടാവും. അങ്ങനെ സഞ്ചാരികളായ ആളുകൾ പോലും എത്തിപ്പെടാത്ത പല ദേശങ്ങളും ഉണ്ടാവും. ഇവർക്കൊക്കെയും ഈ നമ്മുടെ ഒരു ഇവൻറ്റിൽ വരാനും ഇത്തരം സംസ്കാരങ്ങൾ പരിചയപ്പെടാനും ഇത്തരം ഭക്ഷണ രീതികൾ പരിചയപ്പെടാനും, ഭക്ഷണം കഴിക്കുക എന്നത് പ്രധാനമാണ്, അതോടൊപ്പം തന്നെ അതിനെ അറിയുക എന്ന ഒരു പ്രക്രിയ കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ പലതരം സാംസ്കാരിക പരിപാടികൾ നമ്മൾ ഇതിനോട് അനുബന്ധമായി സംഘടിപ്പിക്കും. അതും തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ്, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ആ ഒരു പ്ലേസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വേ ഓഫ് കൾച്ചർ ആയിരിക്കും അത് നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിലെ ബാൻഡുകളും പാട്ടുകളും നാടൻ പാട്ടുകളും ബാബുക്കയുടെ പാട്ട് അതുപോലെയുള്ള അതിലാണ് കോഴിക്കോടിൻ്റെ. അതെ അതെ അതെ. പിന്നെ അതുപോലെ അതോടൊപ്പം പുറത്തു നിന്നുള്ള പാട്ടുകളും ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഒരു അക്കാദമിക തലത്തിൽ എന്താണ് ഭക്ഷണവും ടൂറിസവും തമ്മിലുള്ള ബന്ധം, ഭക്ഷണത്തിൻ്റെ തന്നെ പലതരം ആസ്പെക്റ്റിൽ നമ്മൾ അക്കാദമികമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അത്തരം ചർച്ചകളും സംവാദങ്ങളും പ്രസൻറ്റേഷൻസും ഒക്കെ ഇതിനോടനുബന്ധമായിട്ടുണ്ട്. ഇത്തരം വിദഗ്ധർ അത് നമ്മൾ ചാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും. നമ്മുടെ ബ്രോഷറിൽ നമ്മൾ ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ് ഡേ എന്നതിൽ കണ്ടിരുന്നു ഞാൻ. അപ്പോൾ എന്താണ് ഈ ഫുഡ് വ്ളോഗേഴ്സ് ഡേ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ വരുന്നത്? ഫുഡ് വ്ളോഗേഴ്സ് ഡേ നമ്മൾ വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫുഡ് വ്ളോഗേഴ്സ് നമ്മൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം പൂർണ്ണമായും ഏതൊരു ഫുഡുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭങ്ങളെ പൂർണ്ണമായും വിജയത്തിലാക്കുന്നത് ഫുഡ് വ്ളോഗർമാരാണ്. മറ്റു പരസ്യ ഉപാധികളൊന്നുമില്ല. അവർ വരുന്നു, കഴിക്കുന്നു, അവരതിനെക്കുറിച്ച് പറഞ്ഞു. ചിലരൊക്കെ വളരെ വിപുലമായി പറയും, ചിലർ വളരെ പരിമിതമായി പറയും. എന്തായാലും ഈ ഫുഡ് വ്ളോഗേഴ്സാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഏതൊരു സംരംഭത്തെയും, പുതിയ സംരംഭം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, കല്യാണങ്ങളുടെ പോലും പിന്നെ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നെ ആൽബങ്ങളിലൊക്കെ അത് കാണാം. അങ്ങനെ പലതരത്തിൽ ഫുഡ് വ്ളോഗേഴ്സാണ് ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണ വ്യവസായത്തെ പലതരത്തിൽ നിലനിർത്തുന്നു, അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം അവർക്ക് പണം കിട്ടുന്നുണ്ടാവാം, തീർച്ചയായും അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ഒരു അംഗീകാരമോ ഒരു ആദരവോ കിട്ടുന്നുണ്ടോ? കുറവായിരിക്കും. നമ്മൾ ആ പോയിന്റിൽ നിന്നാണ് ആലോചിക്കുന്നത്. നമ്മൾ അവരെ ആദരിക്കാനാണ്. അതെ, പണം കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് പണമുള്ള ആർക്കും ഇവരെ കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രൊമോഷൻ നടത്താം. ഞങ്ങൾ അവർക്ക് തിരിച്ച് അവരെ ആദരിക്കാനാണ്. അവരുടെ സേവനം കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയെ പോഷിപ്പിക്കുന്നുണ്ട്. ആ ഘടകത്തിനാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അവരെ ആദരിക്കപ്പെടണം, അവർ അംഗീകരിക്കപ്പെടണം, അവരുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കാൻ അവസരം കിട്ടണം. അതിനുള്ളൊരു അവസരം എന്ന നിലയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ഫുഡ് വ്ളോഗർമാരെ നമ്മൾ ഈ വേദിയിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദിയിൽ ആദരിക്കുക. അപ്പോൾ അത് തെരഞ്ഞെടുത്ത ശേഷം ഒരു പ്രത്യേക ഡേയിലായിരിക്കുള്ളൂ ഈ ഫുഡ് വ്ളോഗേഴ്സ് ഡേയിലുണ്ടാവും. അത് ഏത് ഡേയിലാണെന്ന്? രണ്ടാമത്തെ ദിവസം തന്നെ ഫുഡ് വ്ളോഗേഴ്സ് ഡേ നമ്മുടെ ഇവന്റിന്റെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന്റെ രണ്ടാമത്തെ ദിവസം മെയ് 4-നായിരിക്കും ഫുഡ് വ്ളോഗേഴ്സ് ഡേ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഒരു തെരഞ്ഞെടുത്ത ഒരു 100 ഫുഡ് വ്ളോഗേഴ്സിനായിരിക്കും നമ്മൾ ആ ഒരു ഡേയിൽ ആദരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി ഓഫ് പ്രോഗ്രാം ആണ്. എല്ലാവരും വ്ളോഗ് ചെയ്ത് പോകും, അവർ പറഞ്ഞ പോലെ പൈസ വാങ്ങിക്കുന്നല്ലാതെ അവരെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന പ്രോഗ്രാംസ് ആക്ച്വലി ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് മാറട്ടെ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞെങ്കിൽ മ്യൂസിക്കൽ ട്രീറ്റ്സ് ആൻഡ് ട്രൈബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആരുടെയൊക്കെയാണ് വരുന്നത്? മ്യൂസിക്കൽ ട്രീറ്റ്സ് അപ്പോൾ കോഴിക്കോട് ഒരു സംഗീതത്തിൻ്റെയും കൂടി നഗരമാണ്. അവിടെ ഫുഡ് എവിടെയുണ്ട് അവിടെ തീർച്ചയായിട്ടും സംഗീതം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെയുള്ള കോഴിക്കോടിൻ്റെ ഗായകർ അവരെ ആദരിക്കുക, അവരുടെ പാട്ടുകൾ പാടാനുള്ള അവർക്ക് അംഗീകാരം നൽകാനുള്ള, അതോടൊപ്പം ആ പാട്ടുകൾ പാടുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ബാബുക്കയുടെ പാട്ടുകൾ പാടുന്ന അത് പലതരത്തിൽ അതിൽ ഇടപെടുന്ന ആളുകളുണ്ടാവും. ആ സംഗീത മേഖലയുമായി പലതരത്തിൽ ബന്ധമുള്ള ആളുകൾ, ഇവർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ മ്യൂസിക്കൽ ട്രിബ്യൂട്ട്സ്, മ്യൂസിക്കൽ ട്രീറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് ബാൻഡ്സിന് ഇപ്പോൾ ഒരു അവസരം അതിലൂടെ കിട്ടുകയാണ്. ബാൻഡ്സിന് മാത്രമല്ല, കൊച്ചു പാട്ടുകാർക്ക് പോലും ഇപ്പോൾ നന്നായി പാടുമെന്ന ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് നമ്മളെ സമീപിക്കാം, നമ്മൾ അവർക്ക് അവസരം കൊടുക്കും. അതിന് പിന്നെ യാതൊരു വിധത്തിലുള്ള മറ്റു തടസ്സങ്ങളുണ്ടാവില്ല. അവർ പിന്നെ പോപ്പുലറാണോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. നന്നായി പാടാൻ കഴിയും എന്ന ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഈ പാട്ടിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും, അതിനൊരു അവസരം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ അവസരം കൊടുക്കും. ചിലപ്പോൾ ഒരു നല്ല ഗായകൻ ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ തീർച്ചയായും പറയാൻ പറ്റില്ല. നമ്മൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല, പക്ഷേ അതിന് നമ്മൾ ശ്രമിക്കും.
നമ്മളുടെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ നിന്നൊരു പുതിയ ഗായകൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവും. കേരളത്തിനൊരു പുതിയ ഗായകനെ സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു വേദി എന്ന നിലയിൽ ഞങ്ങൾക്കത് അഭിമാനം തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗായകർക്ക് സമീപിക്കാം. മെയ് 3 തൊട്ട് മെയ് 12 വരെയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഫെസ്റ്റിവൽ വരുന്നത്. കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് ലവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഗായകരായാലും തീർച്ചയായിട്ടും ഈ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാം. സർ, ഇതിലൊരു എക്സ്ട്രാ സെഗ്മെൻറ്റ് നമ്മൾ കണ്ടിരുന്നു, ഹോണറിംഗ് ലെജൻഡറി ദേശി ഷെഫ്സ്. എന്താണ് ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോണറിംഗ് ലെജൻഡറി ദേശി ഷെഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പുതിയ രുചികൾ പരിചയപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഉണ്ടാവും തനത് രുചികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് മിൽക്ക് സർബത്ത്, ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് മിൽക്ക് സർബത്ത്. അതുവരെ മിൽക്ക് സർബത്ത് നമ്മളാരും കണ്ടിട്ടോ രുചിച്ചിട്ടുമില്ല. അപ്പോൾ കോഴിക്കോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ അപ്പുറമൊക്കെ ധാരാളം ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഈ മിൽക്ക് സർബത്ത് കുടിക്കണമെങ്കിൽ നമ്മളവിടെ കാത്തു നിൽക്കണം, ക്യൂ നിന്ന് കുടിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞാൽ നേരെ എടുത്തു തരില്ല. അവിടെ ഒരു ആൾക്കൂട്ടുണ്ടാവും. ഈ ആൾക്കൂട്ടം അവിടെ മിൽക്ക് സർബത്താണ് അവിടുത്തെ ഒരേ ഒരു വിഭവം. അതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അത് അവിടെ പാത്രത്തിൽ ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് തരുന്നത്. അദ്ദേഹത്തെ എത്ര ആൾക്കൂട്ടുണ്ടെങ്കിലും ആരാണ് ആദ്യം വന്നതെന്ന് ഭാസ്കരേട്ടൻ അറിയാം. അവർക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തെ എടുത്തു കൊടുക്കും. അപ്പോൾ അത് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞത് ഇന്ന് വ്യാപകമാണ്. മിക്കവാറും എല്ലാ കടകളിലും മിൽക്ക് സർബത്ത് കിട്ടും. അതുപോലെ മറ്റൊന്നാണ് ഈ ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞത് തീർത്തും പുതിയൊരു വിഭവമാണ്. നമ്മുടെ നാട്ടിൽ ജ്യൂസ് വന്നിട്ട് തന്നെ ഒരു 40 വർഷത്തിലപ്പുറം ആയിട്ടുണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജ്യൂസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൈസൂർ പഴമായിരുന്നു അതിൽ ആദ്യത്തെ ജ്യൂസിൻ്റെ വിഭവം. അതിന് മുമ്പൊക്കെ അവിൽ മിൽക്ക് അല്ലെങ്കിൽ അവിൽ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. ജ്യൂസ് വന്നു, അതെ ജ്യൂസ് വന്നു. ജ്യൂസിന് ശേഷമാണ് ഷേക്ക് വന്നു. ഷേക്കിൽ ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് കോഴിക്കോട്ട് കലന്തൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്, മാനാഞ്ചർക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഷാർജ ഷേക്ക് ഇല്ലാത്ത ഒരു കടയില്ല. ഷാർജ ഷേക്ക് ഒരു കോമൺ ആയി. ഇങ്ങനെ പലതരം അമ്മമെസ്, അതുപോലെ പലതരം നൂതനമായ ആശയങ്ങൾ, പുതിയ രുചികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഉണ്ടാവും. ഇവരെല്ലാവരെയും കണ്ടുപിടിക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. ഞങ്ങളൊരു ടീം ഇപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലബാർ മേഖലയിലെങ്കിലും ഉള്ള പരമാവധി ഇതുപോലുള്ള ലെജൻഡറി ഷെഫ്സ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിളിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. അതിൽ കൂടെ മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഇങ്ങനെ ഉള്ള ആളുകളെ സജസ്റ്റ് ചെയ്യാൻ, നമുക്ക് ആളുകളെ കണ്ടെത്തുക അത് വലിയൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഇവരെ പേരുകൾ സജസ്റ്റ് ചെയ്യാം. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ചന്ദ്രേട്ടനുണ്ട്, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്മദക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശദീകരണങ്ങൾ തരാം. എന്താണ് അവരുടെ പ്രൊഫൈൽ എന്താണെന്ന് നമുക്ക് അയച്ചു തരാം. അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ആളുകളെ, ഈ പറയുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ന ആളെ നമ്മളിവിടെ വേദിയിൽ ആദരിക്കുകയാണെങ്കിൽ, അവരെ സജസ്റ്റ് ചെയ്ത ആളുകളുടെ സാന്നിധ്യത്തിൽ അവരെ കൂടി നമ്മൾ ആ വേദിയിൽ പങ്കാളിയാക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഹോണറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ കൂടെ അവർ സജസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്പെഷ്യൽ ഒക്കേഷൻ. സർ, അടുത്തൊരു സെക്ഷൻ വരുന്നത് ലൈവ് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻസ് ആണ്. എന്താണ് ആ ഒരു സെഗ്മെന്റ് വരുന്നത്? ലൈവ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു അവസരമാണ്. അവർക്ക് ആ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഭക്ഷണം കഴിക്കുന്നതും അത് വിളമ്പുന്നതും അതുമായി ബന്ധപ്പെട്ട പലതരം പ്രവർത്തനങ്ങൾ, പലതരം ആക്ടിവിറ്റീസ് അവിടെ നടക്കും. അതിന് ലൈവായിട്ട് അവിടെ നിന്ന് ചിത്രീകരിക്കാം. ചിത്രീകരിച്ചാൽ നമ്മളൊരു ആക്ടിവിറ്റി ഏരിയ ഉണ്ടാവും. അവിടെ വെച്ച് അത് ലേലം ചെയ്ത് വെക്കും. ലേലം ചെയ്ത് കിട്ടുന്ന തുക അവർക്ക് എടുക്കാം. ഇൻ കേസ് ആരും അത് ലേലത്തിൽ പിടിക്കുന്നില്ല, ഞങ്ങളൊരു മിനിമം തുക അതിന് കണക്കാക്കി അവരുടെ എഫേർട്ടിനും അവരുടെ ചിലവിനും പക്ഷേ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു ഒരു അവസരം എന്നതാണ്. നമ്മളത് വില കൊടുത്ത് വാങ്ങും. ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ടീം അവർ വരയ്ക്കുന്ന ചിത്രം അതിൻ്റെ ഗുണമേന്മയിലല്ല, അവരുടെ അതിനോടുള്ള സന്നദ്ധതയിൽ അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്നൊരു വിലയുണ്ട്. ആ വില കൊടുത്ത് നിങ്ങളത് മേടിക്കും. പാട്ടുകാർക്ക് മാത്രമല്ല, ചിത്രം എല്ലാതരം കലാകാരന്മാർക്കും പരമാവധി ആളുകൾ. ഫുഡ് ഒരു കലയായിരിക്കുമ്പം നമ്മൾ ഈ ഗ്രേറ്റ് ഫുഡ് ഫെസ്റ്റുകൾ എന്നാണ് പൊതുവെ ഭക്ഷണം ഫുഡ് ഫെസ്റ്റ് എന്നാണ് സാധാരണ പറയുക. നമ്മൾ ഫുഡ് ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഇതൊരു കലയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരം കലാകാരന്മാർക്കുള്ള ഒരു അവസരം, അവർക്ക് കൂടി യോജിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ഇടം എന്ന നിലയിൽ കൂടിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദി ഞങ്ങൾ ഒരുക്കുന്നത്. അതായത് പാചകം ചെയ്യുന്നവർക്ക് മാത്രമല്ല മറ്റ് കലാകാരന്മാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് കൊടുക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ഒരു സെഗ്മെന്റ് വരുന്നത് ഫുഡ് ഫോട്ടോഗ്രാഫി ഷോ ആണ്. എന്താണ് ആ ഒരു സെഗ്മെന്റ്? തീർച്ചയായിട്ടും പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഫുഡ് ഫോട്ടോഗ്രാഫി തീർത്തും ഒരു പുതിയ
ഒരു സെഗ്മെൻ്റാണ്. അത് നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. ഫോട്ടോഗ്രാഫിയിൽ പലപ്പോഴും ഭക്ഷണങ്ങൾ പിന്നെ എന്താ പറയുക ചെയ്തിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് നമുക്കറിയാവുന്ന അവരൊക്കെയും ഒരു പക്ഷേ ഭക്ഷണത്തിനെ അവരുടെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവും. പക്ഷേ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന രീതിയിൽ ഒരു ശാഖ പുതുതായി വന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ കലാകാരന്മാർ കേരളത്തിലുണ്ട്. പലരും ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ പിന്നെ ഷോകൾ നടത്തുന്നുണ്ട്, എക്സിബിഷൻസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള 2-3 ഫുഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് നമ്മളവിടെ എക്സിബിഷനിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഫുഡ് സ്റ്റോൾസിൻ്റെ തന്നെ ഫുഡ്സ് ആണോ ഈ ഒരു ഫോട്ടോ സെക്ഷനിൽ വരുന്നത്? അല്ല, നേരത്തെ തന്നെ അവർ കയ്യിലുണ്ടാവുന്ന ഫോട്ടോസ് ഓൾറെഡി എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കുള്ളൂ ആ ഒരു സെഗ്മെന്റ് വരുന്നത്. അതെ അതെ. അതോടൊപ്പം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഒരു ഫെയർ പോലെ ബുക്ക് ഫെയർ പോലെ നടത്തുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പുസ്തകങ്ങൾ ഇപ്പോൾ പണിപ്പുരയിലാണ്, അതും അവിടെ പ്രകാശനം ചെയ്യും. അപ്പം കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ നമുക്ക് മലയാളികൾക്ക് ആ ഒരു 10 days ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കിട്ടാൻ പോകുന്നത് അല്ലേ. അടുത്തൊരു സെക്ഷൻ വരുന്ന കിഡ്സ് എത്നിക് ഫാഷൻ ഷോയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അല്ല, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഇതിലെവിടെയും കുട്ടികൾ വന്നിട്ടില്ല. അതെ, വന്നില്ല. അപ്പോൾ കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ, എത്നിക് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പല നാടുകളിൽ നിന്നായതുകൊണ്ട് പല നാടിൻ്റെ വേഷവിധാനങ്ങൾ, ആ വേഷവിധാനങ്ങളിൽ കുട്ടികൾക്ക് ഒരു ഫാഷൻ ഷോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത്രയും സ്റ്റോൾസ് വരുന്നുണ്ട്. ആക്ച്വലി 25 സ്റ്റോൾസ് വരുന്നുണ്ട്. അപ്പോൾ 25 പ്ലേസസിൽ നിന്നുള്ള ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും കുട്ടികൾക്ക് വെയർ ചെയ്തിട്ട് ഒരു ഫാഷൻ ഷോ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ സിറ്റികളിൽ നിന്നുള്ളതാവണമെന്നില്ല. ഇന്ത്യയുടെ പല മേഖലകളിലെ പലതരം വസ്ത്രങ്ങൾ. ഇപ്പോൾ ആസാമിലെ ഭക്ഷണം നമ്മൾ ഈ തവണ കൊണ്ടുവരുന്നില്ല. അതേസമയം ആസാമിൽ നിന്നുള്ള സാംസ്കാരിക പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ആസാമിലെ വേഷവിധാനം ഈ കിഡ്സ് ഫാഷൻ ഷോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ഫാഷൻ ഷോ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഫുഡ് മാത്രമല്ല, ഫുഡ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, അതുപോലെ തന്നെ കുറേ ലെജൻസിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫാഷൻ ഷോയും കൂടെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരികയാണെങ്കിൽ അക്കാഡമിക് ടോക്സ് ആൻഡ് പ്രസൻറ്റേഷൻസ്. എന്താണ് ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണത്തിൻ്റെ പലതരം വ്യവഹാരങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് തന്നെ ചില തർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ആരുടേതാണ് എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ, അത് നിയമ വ്യവഹാരങ്ങൾ എന്ന നിലയിലല്ല, അത് തന്നെ പലതരത്തിൽ. ചില പ്രത്യേക ഭക്ഷണങ്ങളുണ്ട്, അത് ഏത് നാടിൻ്റെതാണ് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയാത്ത ഇതുണ്ടാവും. ഇപ്പോൾ ചിലർ പറയും ഞങ്ങളുടേതാണ്, ഈ വിഭവം ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടായതാണ്. മറ്റു ചില അവകാശവാദം. ഇതൊന്നും തർക്കങ്ങളല്ല, നിയമവ്യവഹാരങ്ങളല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം എങ്ങനെയാണ് ഒരു ടൂറിസം പ്രോജക്റ്റിൻ്റെ ഒരു ഉപാധിയാവുന്നത്, ഭക്ഷണത്തിലൂടെ എങ്ങനെയാണ് ഫുഡ് ടൂറിസം എങ്ങനെ സാധ്യമാവും, അങ്ങനെ പലതരത്തിലുള്ള നമ്മളതിൻ്റെ പിന്നെ ഒരു 5-6 ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസൻറ്റേഷൻ, മലയാളികളും അല്ലാത്തവരുമായ ആളുകൾ ഈ അക്കാദമിക് ഷോകളിലും പ്രസൻറ്റേഷനിലും പങ്കെടുക്കും. അതെ അതെ. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ മനുഷ്യൻ്റെ ആശങ്ക അത് പിന്നെ ഒരേ സമയം പോഷകദായകമായിരിക്കണം, അത് ഹെൽത്തി ആയിരിക്കണം. അതെ. അപ്പോൾ അൺഹെൽത്തിയായ ഭക്ഷണങ്ങളെക്കുറിച്ചൊരു അവയർനെസ് നമുക്കുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ കഴിയുക, ഏത് ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിനെ തകർക്കുന്നത്, നശിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ മലയാളികൾ വളരെയധികം ബോധവാന്മാരാണ് ഈ കാലത്ത്. അപ്പോൾ അത് സംബന്ധമായ ചർച്ചകൾ, അങ്ങനെ പലതരത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പലതരം ചർച്ചകളും സംവാദങ്ങളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോൾ പാക്കേജാണ് മലയാളികൾക്ക് ഈ ഒരു 10 days കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ സരോവരം പാർക്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എൻജോയ് ചെയ്യണം, അവിടെ ചെന്നിട്ട് അത് എൻ്റർടൈൻ ചെയ്യണം. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഫെസ്റ്റിവൽ മൂഡാണ്. ആ ഒരു ഫെസ്റ്റിവൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിക്കാർക്കും ഈ ഒരു വലിയൊരു ഫെസ്റ്റിവൽ മൂഡിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ലഭിക്കുന്നതാണ് വിശ്വസിക്കുന്നു. സാർ, അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു വോൾ പാക്കേജ് നമ്മൾ ഫുഡായിട്ടായാലും അല്ലെങ്കിൽ ആർട്ടായിട്ടും എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ മറ്റൊരു ഫേമിന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിന് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബ്രാൻഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്നുള്ള ആശയം, അതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്ന ഈ ഒരു യൂണീക്കായിട്ടുള്ള ഐഡിയ, ഇത് ഏകദേശം ഒരു 1.5 കോടി ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പുറമെ നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്രോഗ്രാമുകൾ വേറെയുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 1.5 ലക്ഷം വരെ ആളുകൾ, 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ആളുകൾ ഈ വേദിയിലെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഏത് ബ്രാൻഡിനും ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടുമായി സഹകരിക്കാവുന്നതാണ്. അവർക്ക് ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും നല്ല അവസരം എന്ന നിലയിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും ഫുഡും അല്ലെങ്കിൽ ഇത്രയും ആർട്ടും എക്സ്പ്ലോർ ചെയ്യാന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ബിസിനസ്സും കൂടെ, നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാൻഡിങ് കൂടെ നമുക്ക് ഈ ഒരു വലിയൊരു ഫെസ്റ്റിവൽ, അതായത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു സ്പെഷ്യാലിറ്റി അല്ലേ? തീർച്ചയായിട്ടും സാർ, ഇങ്ങനത്തെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ ആകുമ്പോൾ ഇത്രയും വലിയ സ്റ്റാൾസ്, ഒരുപാട് സ്റ്റാൾസ് ഒക്കെ വരുമ്പോൾ, ഇത്രയും ഒരുപാട് മേഖലകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അതിൽ കണ്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഒരു സ്റ്റാൾ ഇടണം എന്നൊരു താല്പര്യം കൂടി ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്? അത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളുണ്ട്, നമ്മളെ നമ്പറുകൾ അതിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ തരത്തിലും നമ്മളെ ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഓപ്പൺ ആണ്. അപ്പം ഏതൊരു മേഖലയിലുള്ള ആൾക്കാർക്കായാലും, ഇപ്പം ഫുഡ് വേണമെന്നില്ല, അല്ലാത്തുള്ള മേഖലയിലുള്ള ആൾക്കാർക്കായാലും അവരുടെ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ തന്നെ തീർച്ചയായിട്ടും ദ ഗ്രേറ്റ് ഇന്ത്യൻ ആർട്ടിലൂടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സ്റ്റോൾ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പൊസിഷൻ, ഒരു പ്ലാറ്റ്ഫോം ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി അതുമായി സഹകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അവർക്കൊരു അവസരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പങ്കെടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. സാർ, ആക്ച്വലി മാറുന്ന കാലഘട്ടത്തിൽ ഫെസ്റ്റിവൽസ് പറഞ്ഞാൽ ഒരുപാട് ഫുഡ് ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഫെസ്റ്റിവൽ എന്താണ് മറ്റ് ഫെസ്റ്റിവൽസ് നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ ഇപ്പോൾ ഉടനീളം പറഞ്ഞ ആശയം, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു പുതിയ കോൺസെപ്റ്റാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അതോടൊപ്പം നമ്മളിത് അവതരിപ്പിക്കുന്നത് അതിൽ ഏറ്റവും എന്താ പറയുക, ഓതൻറ്റിക്കായ ആളുകളാണ്. ഓരോ നാട്ടിൽ നിന്നും അതിൻ്റെ ഭക്ഷണത്തിൽ അതിൻ്റെ വിദഗ്ധരായ ആളുകളാണ് ഈ ഭക്ഷണം ഇവിടെ വന്ന് തയ്യാറാക്കുന്നത്. അവരെ ഇവിടെ വരുത്തി അവർ ഒരു ടീമിനെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് അവരാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അത് ഏറ്റവും നല്ല പോഷക സമൃദ്ധമായിരിക്കും. അതേസമയം ഉയർന്ന തോതിലുള്ള ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത്രയും ഹൈജീനായിട്ടും അത്രയും വെറൈറ്റി ഓഫ് ഫുഡ്സാണ് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമ്മൾ ഇറ്റോപ്യയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റോപ്യ ഇവൻറ്റേഴ്സിന് ഇനി എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇവൻറ്റ്സ് പ്ലാൻസ് ഉണ്ടോ? തീർച്ചയായും. ഈ ഇറ്റോപ്യ ഇവൻറ്റേഴ്സ് എന്നത് ഭക്ഷ്യ വ്യവസായ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ എന്നതാണ് നമ്മുടെ ഒരു ആശയം. അത് ഇതുപോലുള്ള ഫെസ്റ്റുകൾ, ഇതുപോലുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള നൂതനമായ ആശയങ്ങൾ. ഇപ്പോൾ നമ്മൾ ഓണത്തിന് അതുപോലൊരു പ്രോഗ്രാം ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ. നമ്മളത് ഇപ്പോൾ പറയാൻ പറ്റാത്തത് അത് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സാർ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റിവൽസ് നമുക്ക് കേരളീയർക്ക് മാത്രമല്ല താല്പര്യം ഉണ്ടാവുക, ഒരുപാട് ആളുകൾക്ക് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ത്യക്ക് അകത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഗൾഫ് നാടുകളിലുമെല്ലാം നമ്മുടെ ഇറ്റോപ്യ ഇവൻറ്റേഴ്സിൻ്റെ പ്രോഗ്രാംസ്, ഫെസ്റ്റിവൽസ് തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? തീർച്ചയായും. അത്തരത്തിലുള്ള പലതരം സംരംഭകർ ഇപ്പോൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ഇവൻറ്റിന് ശേഷമാണ് അത്തരം കാര്യങ്ങളിൽ നയപരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ഈ ഇറ്റോപ്യ ഇവൻറ്റേഴ്സിൻ്റെ പലതരത്തിലുള്ള സംരംഭങ്ങൾ തീർച്ചയായും ഉണ്ടാവും. സാർ, ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് മേഖലയിലെ ആളുകൾക്ക് ഈ ഒരു ഫെസ്റ്റിവലിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ വീട്ടമ്മമാർക്ക് എന്താണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു മേഖലയിലേക്കാണ് എത്താൻ സാധിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ? തീർച്ചയായും വീട്ടമ്മമാർക്കും ഇതിൽ അവസരമുണ്ട്. ഇതിൽ പലതരം കുക്കറി ഷോകൾ, പലതരം പാചക മത്സരങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 10 ദിവസത്തിൽ പല ദിവസങ്ങളിലും വീട്ടമ്മമാർക്ക് പങ്കാളികളാകാൻ കഴിയുന്ന പലതരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ള ഫാഷൻ ഷോയും ഉണ്ട്, വീട്ടമ്മമാർക്കുള്ള കുക്കറി ഷോയും തീർച്ചയായിട്ടും നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. സാർ, അപ്പോൾ ആക്ച്വലി നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഒരുപാട് മേഖലയിലുള്ള ആളുകൾക്ക്, ഇപ്പം ആർട്ടായാലും അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി ആയാലും അല്ലെങ്കിൽ യുവാക്കൾക്കും വീട്ടമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഓരോ പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡിങ് ആയാലും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റെന്താണ് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റും, ഒരു പുതിയ പ്രോഡക്റ്റ്, ഒരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പറ്റും. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഭക്ഷണ മേഖലയിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ബ്രാൻഡ് എന്തായാലും ശരി, ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാനുള്ളൊരു അവസരം എന്ന നിലയിൽ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദിയിൽ അത് ലോഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ മറ്റു പല കൂട്ടായ്മകൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ ആ കൂട്ടായ്മകളുടേതായ ആഘോഷങ്ങളും കൂടിച്ചേരലുകളും ധാരാളമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾ, അവരുടെ ഒരു ഗാദറിങ് നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റും. അതുപോലെ തന്നെ അലൂമിനി അസോസിയേഷനുകൾ,
പല കോളേജുകളിലും ഒന്നിച്ച് പഠിച്ച കുട്ടികൾ, പഴയ കാലത്തെ പിന്നെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ളൊരു അവസരം. അതോടൊപ്പം ഭക്ഷണം വേദി നമ്മളവിടെ കൊടുക്കും, ഭക്ഷണം നമ്മളവിടെ കൊടുക്കും, അവർക്കുള്ള സാംസ്കാരിക പരിപാടികൾ അന്തരീക്ഷം നമ്മളവിടെ കൊടുക്കും. അവർക്ക് വരാം, ആ സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള അവസരം വെറൈറ്റി ഓഫ് ഫെസിലിറ്റി ആണ് കേട്ടോ. കാരണം അത് പലപ്പോഴും ഹോട്ടൽസും റിസോർട്ട്സ് ഒക്കെ കൊടുക്കും, പക്ഷേ ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് എവിടെയും ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും ഇതും ഒരു നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്. ഈ ഒരു അലുമിനീസിനായാലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഗ്രൂപ്പിനായാലും ഒരു ഗ്യാതറിങ്ങിനുള്ളൊരു അവസരം കൊടുക്കുക. ഇറ്റ്സ് എ സ്പെഷ്യൽ ഇവൻറ്റ് ഫോർ ദം. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഫെസ്റ്റിവൽസ് നടത്താനായിട്ട് സാധിക്കട്ടെ. നമ്മൾ മലയാളികൾ എപ്പോഴും അവധിക്കാലം ആഘോഷമാക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവധിക്കാലം ആഘോഷമാക്കാൻ കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങളും. നിങ്ങൾക്ക് വേണ്ടി ഈറ്റോപ്പിയ ഇവൻറ്റേഴ്സ് ഒരുക്കുന്ന, കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ഒരുക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് മെയ് 3 തൊട്ട് മെയ് 12 വരെ നടക്കുന്നുണ്ട്. എല്ലാവരും പോയി എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും ഫുഡ് ഫെസ്റ്റിവൽ മാത്രമല്ല, സാംസ്കാരിക രംഗത്തെ ഒരുപാട് പരിപാടികൾ, പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് യുവാക്കൾക്ക് മാത്രമല്ല, വീട്ടമ്മമാർക്കുണ്ട്, കുട്ടികൾക്കുള്ള ഫാഷൻ ഷോ അടക്കം എല്ലാ തരത്തിലുള്ള ഷോയും എൻ്റർടൈൻമെൻറ്റ്സും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഇത്രയും നേരം അതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പങ്കുവച്ചത് ഈറ്റോപ്പിയ ഇവൻറ്റേഴ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് ഹനീഫ സാറാണ്. ഇനിയും ഇതുപോലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസുമായി ഇൻസ്പയർ കാണുന്നവരെ ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ് ഓഫ്.